കേരളത്തിന്റെ വികസനം എന്താണെന്ന് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ക്ലോസറ്റ് ഫ്രണ്ട് ആയിരുന്ന മണിശങ്കരയ്യർ സാർ ഇവിടെ ഒന്ന് കേരളത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശശി തരൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതായത് നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. അങ്ങനെ ഒരാൾ ഇവിടെ കേരളത്തിൽ വന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മണിശങ്കരയ്യർ സാർ പറഞ്ഞത് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ മണിശങ്കരയ്യരാണല്ലോ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മൾ ആഗ്രഹിച്ചത് ഇന്ത്യയിൽ നടപ്പിലായത് കേരളത്തിലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാനൊരു ചെറിയ സമയം അധികം എടുക്കത്തില്ല, ചുരുക്കി അങ്ങ് പറയാം. 1957 EMSന്റെ ഗവൺമെന്റ് വന്നപ്പോ അദ്ദേഹം ലോകത്ത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി. ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇലക്ഷനിലൂടെ വരുന്നു. അപ്പൊ ഡൽഹിയിൽ പത്രസമ്മേളനം, 500-ൽ പരം ആളുകൾ കൂടി. ചാനലുകളൊന്നുമില്ല, പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, റേഡിയോയും പത്രങ്ങളും ഉള്ളൂ. EMS ഒരു വളരെ സവിശേഷമായ ഒരു കാര്യം അവതരിപ്പിച്ചു അവിടെ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം നടപ്പിലാക്കാനല്ല, കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയ നയം നടപ്പിലാക്കാനാണ്. ഇതാണ് അതിന്റെ വിശദാംശം പറയാൻ സമയമില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിയത്, നമുക്ക് സമയമുണ്ട് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോ EMS ഈ പറഞ്ഞത് കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളാണ് ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത്. നോക്കൂ, മണിശങ്കരയ്യർ സാർ ഇന്നലെ പറഞ്ഞ എന്താ, കോൺഗ്രസ് ലക്ഷ്യമിടുകയും നടപ്പിലാക്കാൻ മടിക്കുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ മറ്റെല്ലാ സ്റ്റേറ്റുകളും പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നുള്ളതിൽ മാത്രം നിലനിർത്തിയപ്പോ കേരളത്തിൽ 2 ദിവസം അസംബ്ലി ഇരുട്ടി വെളുക്ക ചർച്ച ചെയ്ത് 400-ൽ പരം 500-നടുത്ത് ഭേദഗതികൾ സ്റ്റേറ്റിന് ഉൾപ്പെടുത്താൻ കഴിയാവുന്ന അഡീഷനുകൾ കൊണ്ടുവന്ന് അതിനെ ജനകീയാസൂത്രണമാക്കി മാറ്റി. അതിന് നേതൃത്വം കൊടുത്ത ആൾ സഖാവ് EMSഉം അതിന്റെ പ്രധാന പടയാളിയായിട്ട് പ്രവർത്തിച്ച ഡോക്ടർ തോമസ് ഐസക്കുമാണ്. അപ്പോ മണിശങ്കരയ്യർക്ക് ഇന്ന് കേരളത്തിൽ വന്നപ്പോ ഈ ജനകീയാസൂത്രണത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്ന 57 ലക്ഷം അംഗങ്ങളുള്ള കുടുംബശ്രീ, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസനം, അതിന്റെ ഭാഗമായി വന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതൊക്കെ നേരത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയും നിങ്ങൾ ആക്ഷേപിച്ചിട്ടുള്ള ഞങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ, നിങ്ങൾ ഭരിക്കുമ്പോഴും ഇല്ല, BJP ഭരിക്കുമ്പോഴും ഇല്ല, 10 പൈസയുടെ സഹായം തരത്തില്ല. നിങ്ങൾ 5-6 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ ഇവിടുന്ന്, ഇപ്പൊ 19 എണ്ണം ഉണ്ടല്ലോ. പാട്ടുപാടാനല്ലേ അവിടെ പോകുന്നുള്ളൂ, കേരളത്തിന്റെ വികസനം പറയാൻ അവിടെ പോകുന്നില്ലല്ലോ. പാർലമെന്റിൽ കേരളത്തിന് നികുതി വിഹിതം തരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ 19 മന്ത്രിമാർ ഒരു ദിവസം സംസാരിച്ചോ? ഒരു 2 മിനിറ്റ് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചോ? ഒരു 4 മിനിറ്റ് രാഹുൽ ഗാന്ധി സംസാരിച്ചോ? ഇവിടുത്തെ MP-മാരാണല്ലോ, ഇവരാരെങ്കിലും സംസാരിച്ചോ? അപ്പൊ ഞങ്ങൾ അതിന് മറുമരുന്നായിട്ടാണ് കിഫ്ബി ഉണ്ടാക്കിയത്. അതിന്റെയാണ് 1 ലക്ഷം കോടി രൂപയുടെ വികസനം ഇവിടെ നടന്നത്. മണിശങ്കരയ്യർ കേരളം കണ്ട് അത്ഭുതപ്പെട്ട് കേരളത്തിന്റെ സമാധാനവും സന്തോഷവും കണ്ടിട്ട് ഫാറൂഖ് അബ്ദുള്ള എന്ന 90 വയസ്സായ ജ്ഞാനവൃദ്ധൻ, നെഹ്റുവിന്റെ കാലത്തുള്ളതാ, ആ മനുഷ്യൻ പിണറായിയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ച ഒരു സന്തോഷത്തിന്റെ അനുഭൂതിയുടെ നിർവിശേഷം ഉണ്ടല്ലോ, അത് VD സതീശനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 1000 കൊല്ലം ജീവിക്കണം. ആ ഫാറൂഖ് അബ്ദുള്ള എന്ന നാഷണൽ മുസ്ലിം ഈ കാശ്മീരിനെ പാകിസ്ഥാനിൽ കൊണ്ടുപോകാതിരിക്കാൻ ചോര കൊടുത്ത മനുഷ്യരുടെ പിൻഗാമി, അല്ലെങ്കിൽ അക്കാലത്ത് പ്രവർത്തിച്ചയാൾ, ഈ കേരളത്തിലാണ് അത്തരം സമാധാനം നിലനിൽക്കുന്നത്. എല്ലാ പിന്തുണയും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ച്, നെഞ്ചിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 2 ശരീരങ്ങൾ ഇന്നലെ കേരളത്തിൽ ഒരുമിച്ചത് അതിന്റെ ഒരു പാരമ്പര്യമാണ്. ആ വികസനത്തെ തടസ്സപ്പെടുത്താൻ നേരത്തെ സിജു ഇവിടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ചു മരിച്ചു കളയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇന്നത് ചാനലുകളായി, വലിയ പ്രളയങ്ങളായി. ഇപ്പൊ നിങ്ങളുടെ വലിയ ചാനൽ വരാൻ പോകുന്നു, തെലങ്കാനയിലെ ഖനി മുതലാളിമാരുടെ ചാനലുകൾ വരാൻ പോകുന്നു. കേരളത്തിൽ എല്ലാ ദിവസവും മലയാള മനോരമയും മാതൃഭൂമിയും എല്ലാ പേജിലും, ഒരു പേജിൽ മാത്രമല്ല, അവരുടെ എഡിറ്റോറിയൽ ബോർഡ് കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, എല്ലാ പേജിലും ഒരു സർക്കാർ വിരുദ്ധ വാർത്ത വരണം, ശുദ്ധമായ നുണകൾ. അത് പിന്നെ 4-5 ദിവസം കഴിഞ്ഞ് പൊളിഞ്ഞു വെക്കോട്ടെ, പക്ഷെ ആദ്യം പ്രസരിപ്പിച്ച കുറെ വാർത്തകൾ കിടക്കുമല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പ് വരെ ശക്തമായിട്ട് LDF വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ഈ കേരളത്തിൽ വികസനത്തെ അവർക്ക് ചർച്ച ചെയ്യാൻ മടിയാണ്, പേടിയാണ്.